ദേശീയപാത നവീകരണവുമായി ബന്ധപ്പെട്ട ചില നിർമ്മാണ പ്രവൃത്തികൾ മൂലം ചേപ്പാട് ഗ്രാമപഞ്ചായത്തിലെ പ്രദേശങ്ങളിൽ ചിലത് വെള്ളപ്പൊക്ക ഭീഷണിയിലാണെന്ന് ചേപ്പാട് ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ വിശ്വപ്രസാദ് പറഞ്ഞു. ദുരവസ്ഥ പരിഹരിക്കണമെന്ന് അഭ്യർത്ഥിച്ച് രമേശ് ചെന്നിത്തലയ്ക്ക് നിവേദനം നൽകിയതായും അറിയിച്ചു. ദേശീയപാതയുടെ നിർമ്മാണത്തോട് അനുബന്ധിച്ച് ചേപ്പാട് ഗ്രാമം വെള്ളപ്പൊക്ക ഭീതിയിലാണെന്നും ഇത് സംബന്ധിച്ച അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ചേപ്പാട് ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ വിശ്വപ്രസാദ് രമേശ് ചെന്നിത്തല MLAക്ക് നിവേദനം നൽകി. ദേശീയപാതയുടെ വികസന പ്രവർത്തനങ്ങൾ പാതിവഴിയിൽ നിൽക്കുമ്പോൾ ചേപ്പാട് ഗ്രാമം വെള്ളപ്പൊക്ക ഭീതിയിലാണെന്നും ചേപ്പാട് NTPC ജംഗ്ഷനും കാഞ്ഞൂർ ക്ഷേത്രത്തിനുമിടയിൽ പുതിയ 2 കൾവേർട്ടുകൾ നിർമ്മിക്കുവാൻ ആരംഭിച്ചെങ്കിലും അത് പൂർത്തീകരിച്ചിട്ടില്ല എന്നും നിവേദനത്തിൽ സൂചിപ്പിക്കുന്നു. മാത്രമല്ല, പഴയ ജലനിർഗമന സംവിധാനം പൂർണ്ണമായും ഇവിടെ ഉപയോഗരഹിതമായിരിക്കുകയാണ്. ദേശീയപാത 8 വരിയാകുന്നതോടെ നാഫ്ത ടാങ്ക് റോഡിൽ തെക്കുവടക്കുണ്ടായിരുന്ന 2 ഓടകൾ NH സർവീസ് റോഡിനടിയിലാണ്. പത്തൂർ ഗ്രാമപഞ്ചായത്തിൽ നിന്നുപോലും ഒഴുകിയെത്തുന്ന ജലം ദേശീയപാതയ്ക്ക് കുറുകെ ഒഴുകി പോകുവാൻ സഹായിച്ചിരുന്ന 2 ഓടകൾ അടഞ്ഞതോടെ ദേശീയപാതയുടെ കിഴക്കുവശമുള്ള ചേപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രദേശം വർഷകാലത്ത് വെള്ളത്തിനടിയിലാകുമെന്നതിൽ സംശയമില്ല എന്നും നിവേദനത്തിൽ സൂചിപ്പിക്കുന്നു. ചേപ്പാട് ഗ്രാമപഞ്ചായത്തിലെ 14, 11, 3, 10 വാർഡുകളും നങ്ങിയാറുകുളങ്ങര മുട്ടം വാർഡുകളും പൂർണ്ണമായും ദുരിതത്തിലാകുന്ന സ്ഥിതിയാണ് ഉണ്ടായിരിക്കുന്നത്. NTPC അധികൃതർ വർഷകാലത്തിന് മുൻപായി ഓടകൾ ആഴം കൂട്ടിയും വൃത്തിയാക്കിയും ചെയ്തു വന്നിരുന്ന സിവിൽ ജോലികളും ഇപ്പോൾ താമസിച്ചിട്ടുണ്ട്. ഇതും വെള്ളപ്പൊക്ക കെടുതികൾ രൂക്ഷമാക്കും. നാഫ്ത ടാങ്ക് റോഡിൽ പുതിയ ഓടകൾ നിർമ്മിക്കുവാൻ DPR നിർദ്ദേശമില്ലെന്ന് പറഞ്ഞ് ദേശീയപാത അധികൃതർ ഒഴിഞ്ഞുമാറുകയാണെന്നും വിശ്വപ്രസാദ് നിവേദനത്തിൽ വ്യക്തമാക്കുന്നു. അടിയന്തരമായി ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കുവാൻ ദേശീയപാത അതോറിറ്റി NTPC അധികൃതരുമായി ബന്ധപ്പെട്ട് നടപടി സ്വീകരിക്കണമെന്നും നിവേദനത്തിൽ MLAയോട് അഭ്യർത്ഥിക്കുന്നു. ചേപ്പാട് NTPC ജംഗ്ഷനും കാഞ്ഞൂർ ക്ഷേത്രത്തിനിടയിൽ 2 കൾവർട്ടുകൾ ഉണ്ടായിരുന്നു. ഈ കൾവർട്ടുകളിലൂടെയാണ് ചേപ്പാട് പഞ്ചായത്തിലെ ഭൂരിപക്ഷം വരുന്ന വാർഡുകളിലെയും വെള്ളം പടിഞ്ഞാട്ടൊഴുകി നാഷണൽ ഹൈവേ മുറിച്ച് കായംകുളം കായലിലേക്ക് ഒഴുകിക്കൊണ്ടിരുന്നത്. എന്നാൽ ഈ 2 കൾവർട്ടുകൾ പുതുതായി പണിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും പരമ്പരാഗതമായി നിലനിന്നിരുന്ന കൾവർട്ട് അടഞ്ഞു പോകുകയും പുതിയ കൾവർട്ടുകൾ പൂർത്തീകരിക്കാൻ കഴിയാതിരിക്കുമാണ്. ഇതിൻ്റെ ഫലമായിട്ട് മഴക്കാലഘട്ടത്തിൽ വർഷകാലഘട്ടത്തിൽ ഉണ്ടാകുന്ന വെള്ളം ഏതാണ്ട് 14, 11, 3, 2, 1, 10 വാർഡുകളിലെ ജലം പടിഞ്ഞാട്ടൊഴുകി ഹൈവേയുടെ ഭാഗത്ത് വന്ന് തടഞ്ഞു നിൽക്കാൻ സാധ്യതയുണ്ട്. തടഞ്ഞു നിൽക്കുക എന്ന് പറയുമ്പോൾ ഒഴുകി പടിഞ്ഞാട്ടൊഴുകാൻ അല്ലെങ്കിൽ കായംകുളക്കായലിലേക്ക് വിഭജിക്കുവാൻ കഴിയാത്ത അവസ്ഥ. ഈ അവസ്ഥ സംജാതമായാൽ നമ്മുടെ ചേപ്പാട് പഞ്ചായത്ത് വെള്ളപ്പൊക്കത്തിൻ്റെ കെടുതിയിൽപ്പെടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. 100 കണക്കിന് കുടുംബങ്ങൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ വെള്ളക്കെടുതിയെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇനിയും ഇത് ആവർത്തിച്ചാൽ, ഇപ്പോഴുണ്ടായ സംഭവം അന്ന് ഭാഗികമായിട്ടെങ്കിലും വെള്ളം ഈ ഹൈവേ മുറിച്ച് പടിഞ്ഞാട്ട് ഒഴുകുമായിരുന്നു. ഇപ്പോഴാകട്ടെ ഹൈവേ വൈഡൻ ചെയ്തതോടുകൂടി അല്ലെങ്കിൽ അതിൻ്റെ 8 വരിപ്പാതയായി അതിൻ്റെ വീതി കൂട്ടിയതോടുകൂടി ജലനിർഗമന മാർഗങ്ങൾ അടഞ്ഞു കിടക്കുകയാണ്. അത് തുറന്ന് പ്രവർത്തിപ്പിക്കുവാൻ കഴിയാത്ത അവസ്ഥ. അത് വെള്ളം പടിഞ്ഞാട്ട് ഒഴുകാൻ തക്കവണ്ണം ഈ തോടുകൾ NTPCയുടെ കൈവശമുള്ള തോടുകൾ വൃത്തിയാക്കേണ്ടിയിരിക്കുന്നു. മാത്രമല്ല, ആ തോടുകളിലേക്ക് വീണ് കിടക്കുന്ന പാഴ്വൃക്ഷങ്ങളും മരങ്ങളും മാറ്റി നിർമ്മാണമെടുക്കാൻ കഴിയുന്ന ഒരവസ്ഥ ഉണ്ടാക്കണം. NTPCയും NHും ഇക്കാര്യത്തിൽ കാണിക്കുന്ന അനാസ്ഥ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് MLAക്ക് നിവേദനം മെയിൽ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ കഴിഞ്ഞിട്ടും ഇനിയും അമാന്തം കാണിച്ചാൽ, ഇനിയും അനാസ്ഥ കാണിച്ചാൽ തുടരുകയാണെങ്കിൽ ഈ പഞ്ചായത്ത് വെള്ളപ്പൊക്കക്കെടുതിയിലേക്ക് പോകും. അത് വലിയ ദുരിതത്തിനും പ്രക്ഷോഭത്തിനും ഇടയാക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അത്തരമൊരു ജനകീയ പ്രക്ഷോഭത്തെ നേരിടേണ്ടി വരുന്ന അവസ്ഥ ഉണ്ടാകാതിരിക്കാൻ അധികൃതരായിട്ടുള്ളവർ ശ്രദ്ധ ചെലുത്തണമെന്ന്, അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുക. CDNet ന്യൂസ്, ഹരിപ്പാട്.